എവിടെ പോണ്? ആരൊക്കെ പോണ്? പറ. എല്ലാരും പോണ? നിങ്ങൾ പറ. കട്ടക്ക് നിങ്ങണോ? അങ്ങനെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സൂപ്പർ ട്രിപ്പ് പോവുകയാണ് ഫാമിലി ആയിട്ട്. സത്യം പറഞ്ഞ സന്തോഷം വേറെ ലെവലാണ്. രോമാഞ്ചം അല്ലേ? എവിടെ പോണ്? കൊടൈക്കനാൽ. അപ്പോ മണി ഇപ്പൊ കറക്റ്റ് രാത്രി 11 മണിയായി. നാളെ വെളുപ്പാങ്കല 3 മണിക്കാണ് പോകുന്നത്. അപ്പൊ 4 മണിക്ക് അല്ലേ? 4 മണിക്കാണ് പോകുന്നത്. അപ്പൊ നേരെ പോയി കാർ എടുക്കണം. കാർ എടുത്തിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാരെയും വണ്ടിക്കകത്ത് കയറ്റിയിട്ട് പഴങ്ങാടി കോവിൽ തേങ്ങ അടിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. ഇതൊക്കെ ബാഗൊന്നും പാക്ക് ചെയ്ത് തുടങ്ങിയില്ല. ചുമ്മാ ഷോയ്ക്ക് വേണ്ടി കാണിച്ചെന്നുള്ളതൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് പുറപ്പെടാം. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അപ്പോ സത്യം പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഓട്ടം പറഞ്ഞ ഒടുക്കത്തെ ഓട്ടമായിരുന്നു. ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഷോപ്പ് ഐശ്വര്യം ട്രാൻസ്ഫർ ആക്കണത്, എന്റെ ജോലി സമ്പാദ്യം പൈസ റെഡിയാക്കണം. അങ്ങനെ ഓടി തിരിഞ്ഞ് കുറെ ബിസിയായി വീട്ടിൽ വഴക്കും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. വഴക്കുണ്ടാകാൻ മെയിൻ കാര്യം ഈ ഒരു തരം കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്ന് കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. എല്ലാം പക്ക റെഡി ആയിട്ടുണ്ട് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോ ചേട്ടന്റെ ഫാമിലി, എന്റെ ഫാമിലിയും കൂടെ കൂട്ടുകാരുണ്ട്. ഒരു പേര് രാകേഷ് ആണ്, പുള്ളി വരുന്നുണ്ട് നമ്മളെ കൂടെ. അങ്ങനെ മൊത്തം 7 വലിയ ആൾക്കാർ, 3 കൊച്ചു പിള്ളേർ. കൊച്ചു പിള്ളേർക്ക് പറഞ്ഞത് കിച്ചു, വൈഷ്ണവി, പിന്നെ കൺമണി ഉണ്ട്, ഉറങ്ങിയാണ്. മുട്ടുവത്തിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇത് വാണിജ്യ ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് എന്റെ ബാഗ് ബാക്കി പാക്ക് ചെയ്യാറുണ്ട്. നീ പാക്ക് ചെയ്താ? നീ എന്തൊക്കെ വാങ്ങിച്ചു? പാന്റ്, ഷർട്ട്, ചട്ടി വാങ്ങിച്ചാ? ഇത് വൈഷുയുടെ ബാഗാണ്, സ്കൂൾ ബാഗ്. ഇത് പാക്ക് ചെയ്താ? നോക്കട്ടെ. വൈഷു എല്ലാം പാക്ക് വെച്ചോണ്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ എല്ലാരും പാക്ക് ചെയ്ത് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. കഷ്ടം. എന്നെ നോക്കാൻ ആരുമില്ല ഇവിടെ. ജീവിതത്തിൽ അപ്പൊ ഇതാണ് നമ്മൾ അടുക്കള. അടുക്കളയിൽ വന്ന് അച്ച് ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ റെഡിയായ? റെഡി ആയിട്ടില്ല. മലക്കറിയെല്ലാം നടക്കൊണ്ടിരിക്കുകയാണ്. മലക്കറി ഇതാണ് മലക്കറി എല്ലാം നടക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാല മിക്സ് ചെയ്ത് വേവിച്ചാൽ മാത്രം മതി അല്ലേ? കട്ട ഫോമിൽ നിൽക്കുകയാണ് ഞാൻ. നീ എങ്ങനെ ഫോമായ? ആയി പറഞ്ഞതേ ഉള്ളൂ. എന്നെ നീ പിടിച്ച കേട്ടില്ല. മുട്ട ഫോമിലാണ്. നീ ഫോമിലായ? ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോ എന്ത് സന്തോഷം. പഠിക്കാൻ പറഞ്ഞു നോക്കും. ഉറക്കാൻ വരണ്, മൂത്രമൊഴിക്കാൻ മുട്ടണ്, വിശക്കണ്, തലവേദന എടുക്കണ്, കാല് കഴിക്കും, കൈ അടയ്ക്കണം. ഫുൾ മാർക്ക് കിട്ടിയാ? ജയിച്ചല്ലോ, സന്തോഷം. ഇപ്പൊ പരീക്ഷ എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേർക്ക്. അപ്പൊ നല്ലപോലെ പരീക്ഷ ചെയ്തിട്ടുണ്ടല്ലോ. ജയിക്കണം, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ജീവിതമായ തോൽവി, ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള വഴിയാണ്. ഓ ശരി, അപ്പൊ നമുക്ക് അടുത്ത എന്തൊക്കെ ഇവിടെ? ഇപ്പൊ ഇഡ്ഡലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി ഇപ്പൊ റെഡിയാവും. സാമ്പാർ നാളെ രാവിലെ റെഡിയാവുള്ളൂ അല്ലേ? അപ്പൊ സ്നാക്സ് വന്നിട്ട് ഇതാ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പൊ പക്കാവട ഉണ്ട്, അച്ചപ്പം ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ഇത് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചുള്ളൂ. പോകുന്ന വഴിക്ക് ബാക്കി വാങ്ങിക്കാം അല്ലേ? ഓക്കെ, എത്ര അല്ലേ? അപ്പൊ നാളെ രാവിലെ കാപ്പി മാത്രം ഉണ്ടാക്കിക്കൊണ്ട് പോയാണ്. പിന്നെ ഉച്ചക്കുള്ള ഊണ്, രാത്രി കഴിക്കുന്ന ആഹാരമൊക്കെ നമ്മൾ അവിടെ പോയി കഴിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? നീ പാല് കുടിച്ചാ? സൂപ്പർ. അപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങിക്കണം കേട്ടല്ലോ രണ്ടുപേരും. നീ പാല് കുടിച്ചാ? രാത്രിയാണ് കളിച്ചോണ്ടിരിക്കാതെ നേരത്തെ കിടന്ന് ഉറങ്ങി നേരത്തെ രാവിലെ അടിച്ച് പോവാം. 4 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. ഓക്കെ ശരി, ഓക്കെ. വീഡിയോ എടുത്ത് ഉറങ്ങണം. കറക്റ്റ് 4 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട് കേട്ടല്ലോ. എത്തിയാ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു കൊടൈക്കനാൽ, നൈസ് ടു മീറ്റ് യു. ഇപ്പോഴേ കൊടൈക്കനാൽ വൈബ് ആയില്ലേ? നമുക്ക് ഇത് ട്രിവാൻഡ്രം ആണ്, കൊടൈക്കനാലല്ല. കൊടൈക്കനാലിൽ പോയിട്ട് കേട്ടാ ഇപ്പോഴേ ഷോ തുടങ്ങി. പ്രസാദോ? അപ്പൊ എന്റെ ചേട്ടൻ പുതിയ ബൈക്ക് എടുത്തിട്ടുണ്ട്, കാണിക്കാം. അപ്പൊ ചെലവുണ്ടോ? പോകുന്ന ഫുൾ ചെലവ് നിങ്ങളില്ല. പേഴ്സേ ഇല്ല, പോക്കറ്റിംഗ് ഉണ്ടാ? അപ്പൊ ഇതാണ് ചേട്ടന്റെ പുതിയ ബൈക്ക്, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഹോണ്ട അല്ലല്ലോ, ഹീറോ ആയി. ഹോണ്ട മാറ്റി ഡിലീറ്റ് ചെയ്ത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് i3s ആണ്. ഇപ്പൊ i3 ടെക്നോളജി ഉണ്ട്. ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ആവും. അപ്പൊ ഈ വണ്ടി റിവ്യൂ പിന്നെ ചെയ്യാൻ സമയമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ പോകണ്ടേ സമയം. വാ, കമോൺ കമോൺ. വെൽക്കം ടു കൊടൈക്കനാൽ, നൈസ് ടു മീറ്റ് യു. അപ്പൊ അവിടെ എന്താ സംസാരങ്ങൾ? അവിടെ വെട്ടിപ്പേച്ച് വിടിച്ചാ പോച്ചാ? അതിന് ബാഗിലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി കാര്യങ്ങളൊക്കെ? കുറച്ച് പാക്ക് ചെയ്തില്ല. ഓക്കെ. അവിടെ എന്താ പുതിയ പാന്റ്? ആർക്ക്? എന്റെയാ? സുമേഷിന്റെ പാന്റാ? അപ്പഴേക്ക് ഷർട്ട് പാന്റ് ഒന്ന് പച്ച, ഒന്ന് ചെക്ക് ഷർട്ട് നീല. കിച്ചൊരു പാന്റാ? വലുതായിക്കണ് ഷർട്ടിനെ. ഓക്കെ സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? ഇപ്പൊ ഹാപ്പി അല്ലേ? നാളെ ചെത്തി ഇറങ്ങാലോ. കൊച്ചു പയ്യനാവണം. അപ്പഴേക്ക് വയസ്സൊന്നും ആയിട്ടില്ല അധികം കേട്ടല്ലോ. ഇതാര്? കൺമണിക്കാ പാന്റ്? അത്
പഴയ അണ്ടർവെയർ കളിക്കല്ലേ വടിവേലിൽ അണ്ടർവെയർ ഉണ്ട് അതുപോലെ. അപ്പൊ ഇപ്രാവശ്യം വാണിയ ഡ്രസ് കുറച്ച് നല്ല മോഡലാണ്. എപ്പോഴും പോലെ എടുത്തില്ല ചുരിദാറൊന്നും, ജീൻസ് ടീഷർട്ട് നാളെ നമ്മള് വേറെ ലെവലാക്കും അല്ലേ. എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് വിളി കാണിക്കുകയാണ്. ഇതെല്ലാം കൊലച്ചെടുപ്പ് നോക്കിയോ. വലുത് അപ്പരെ പണിയുള്ളത്. ഇത് കിച്ചൂരി സുമേഷ പണിയാ വലുതായിരുന്നു. നല്ല ഡിസൈൻ ആയിട്ട് ഇത് എനിക്കിടാ, ഞാൻ എടുക്കാണ്. ഞാൻ എടുക്കുകയാണ്. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക. നനഞ്ഞാട്ടോ ചെറിയ അഴുക്കാട്ടോ. അയ്യോ കരിയായിട്ടോ കിച്ചു. പുതിയ പനീനാണ്. സത്യം പറഞ്ഞു വാങ്ങിച്ചതാണ്. എവിടെ നിന്നെങ്കിലും എടുത്തോണ്ടെന്നാണ്. അപ്പൊ അവരെയൊക്കെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഷോപ്പിംഗ് നേരത്തെ കഴിഞ്ഞിട്ട് അത് ബ്ലോഗ് ചെയ്യാൻ പോയില്ല. ഒരുപാട് ലാഗായി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്ര കാണിക്കണം. അവിടെ കൺമണി കാണിച്ചില്ല. കൺമണി നല്ല ഉറക്കത്തിലാണ്. ദാ കൺമണിക്കുട്ടി നീ മേടിച്ച പണിയോ അവളെ കാണിക്കണ്ട ബ്ലോഗിനകത്ത് അല്ലേ. അപ്പൊ എനിക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കൂടുതൽ ഹെവി ആയിട്ട് ഞാൻ പാക്ക് ചെയ്യില്ല. പാന്റ് ഒന്ന് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഒന്നിട്ടോണ്ട് പോവുകയാണ്. പിന്നെ ട്രാക്ക് സൂട്ട് മാത്രം ബാക്കിയുണ്ട്. മതി, ജീൻസ് ഒക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. അതുകൊണ്ട് വിഷയമൊന്നുമില്ല. ടീഷർട്ട് മാത്രം 4 വെച്ചിട്ടുണ്ട്. ഓക്കെ, പാക്ക് ചെയ്യുന്നത് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഓക്കെ, പാക്ക് ചെയ്താച്ച് ശരി. ഓക്കെ, അപ്പൊ 4 ടീഷർട്ട്, ഒരു ജീൻസ്, ഒരു ട്രാക്ക് സൂട്ട്, പിന്നെ ഇട്ടോണ്ട് പോണത് ഒരു ജീൻസും ഒരു ഷർട്ട്. ഇതാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്ര തന്നെ. ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഇത് ഉറങ്ങണം. ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എഡിറ്റിംഗ് ബാക്കിയുണ്ട്. തീർന്നില്ല. മണി ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉറങ്ങിയാൽ ഒരു 3 മണിക്കൂറെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. നേരം വെളുത്ത് രാവിലെ ആയിട്ടുണ്ട്. മണി കറക്റ്റ് 4:55 5 സംഭവം 3:30 മണിക്ക് അലാറം വെച്ച് എണ്ണീറ്റ് 4:30 മണിക്കാണ് വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. മണി 5 ഇങ്ങനെ ഇരിക്കുള്ളൂ. സംഭവം നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, നടക്കുന്ന വേറെ ആയിരിക്കും. കുഴപ്പമില്ല. അതുക്കപ്പോൾ വിഷയമൊന്നുമില്ല അല്ലേ, നമ്മളല്ലേ പോണതല്ലേ. അപ്പൊ നമ്മളെ കൂട്ടുകാരൻ രാകേഷ് വന്നിട്ടുണ്ട്. വെളി നിൽക്കണം, അപ്പൊ കാണിക്കാം. രാകേഷ് ഇറങ്ങിയാ ഇത്ര നേരം ചാടി ഇങ്ങനെ മതിയാ. നീ ഉറങ്ങിയിട്ടേ വന്ന കുളിച്ചതുമില്ലേ? കുളിച്ചോലില്ല. ഓ, ഡ്രസ് കാണിക്കണം. കാഷ്വൽ ആയിരുന്നു അല്ലേ. സിമ്പിൾ ഡ്രസ് ഇട്ട പുരുഷന്മാര്. അതല്ല ശരിയാണ്. അപ്പൊ വേറെ വിഷയൊന്നുമില്ലോ. പൊളിക്കാം നമുക്ക് അല്ലേ. നമ്മൾ ഇന്നലെ വൈബായി. നമ്മൾ ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു. നല്ല മാസ് ലെവലായിരുന്നു. രാവിലെ നമ്മൾ തുടങ്ങുകയാണ്. പിന്നെ അപ്പൊ നമ്മള് രാത്രി ഉറങ്ങി ലാറ്റായിപ്പോടാ. കറക്റ്റ് എത്ര 1:30 മണി അടുപ്പിച്ചായി. ഫുൾ ജോലി രാവിലെ തൊട്ട് രാത്രി വരെ ജോലിയാണ്. ഹോസ്പിറ്റലിൽ ഡ്രൈവറിലുണ്ട് നേരത്തെ. നല്ല കാര്യം ഉറങ്ങിയത്. ആ പുള്ളിയാണ് നമ്മൾ ഡ്രൈവർ. സുമേഷ് വിളിച്ചില്ല ഈ ബർത്ത്ഡേ പോയാണ്. സുമേഷ് ഇന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അതിന് ചെലവാണ് മൊത്തത്തില് ഫുൾ ചെലവ്. അത് പറ്റില്ല അല്ലേ. എന്ത് നീയാണ് നമുക്ക് ചെലവ് ചെയ്യാനുള്ള ഒരു മുട്ടായി വാങ്ങിച്ചു തരും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ ഫുൾ ചെലവ് സുമേഷാണ്. ഇന്ന് ഇപ്പൊ ഈ നിമിഷം തൊട്ട് വണ്ടി ചെലവ്, പിന്നെ തിന്നണ ചെലവ്, പിന്നെ അവിടെ പോയി സ്റ്റേ ചെലവ്, എല്ലാം ചെലവ് നീ നോക്കണം കേട്ടോ. നമ്മളൊന്നുമില്ല. ഇങ്ങനെ കൊണ്ട് തല വെച്ചേക്കണം അല്ലേ. ശരി, ഓക്കെ. പെട്ടെന്ന് പോയിട്ടാ കുളിച്ചിട്ട് വാ. സമയമായി പോണ്ടേ. എന്തായി ഇറങ്ങിയാ പെട്ടെന്ന് ആവട്ടെ. സമയമായി. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ കാറെടുക്കാൻ പോയാണ്. സംഭവം രാവിലെ കുളിച്ച് 1 മണിക്കൂർ അത് വിശക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാപ്പിടി എന്ന് കഴിഞ്ഞാൽ ശരിയാവൂല. അത് പല പ്രാവശ്യം പോകുമ്പോഴേ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. ഛർദ്ദിക്കാൻ വരും, ഗ്യാസ് കയറും. അതുകൊണ്ട് ഇപ്പൊ ഒരു 2-3 ഇഡലി കഴിക്കുക. പോകുന്ന വഴിക്ക് ഒരു 8 മണിയാകുമ്പോൾ കാപ്പി പിടിക്കാം. ഓക്കെ, അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. എനിക്ക് ചിലപ്പോ പപ്പ കുളിക്കാനുണ്ട്. കുളിച്ചില്ല. പപ്പ കുളിച്ചല്ലോ. കുളിച്ചെന്നൊക്കെ പറയണ്ട. കൊടക്കാനല്ലേ പോണേ, തണുപ്പല്ലേ, കുളിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അമ്മ വിളിച്ചാ എല്ലാം വിളിച്ചിറങ്ങിയല്ലേ. അപ്പൊ ഇനി ബാക്കിയുള്ള അപ്പയുണ്ട്, സുമേഷുണ്ട്. കൺമണി ലൈഫ് അടിച്ചു പൊളിക്കണം. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. എന്തെങ്കിലും ഒന്ന് പറ. ഉറക്കെ പോയി ചേട്ടാ. അയ്യോ കണ്ണുണ്ട കിറങ്ങിയിരിക്കണോ. കിറങ്ങിയിരിക്കണ്ടോ. ശരി, ഇറങ്ങിയില്ലേ, നല്ല ഐശ്വര്യമായിട്ട് പോവാം. യാത്ര ഒരു തടസ്സമില്ല. നല്ല പോലെ സേഫായിട്ട് പോയിട്ട് വരണം. വിളക്ക് കത്തിട്ട് പോവാം. കാറെടുക്കാൻ കഴിഞ്ഞാ ഇപ്പോഴും നല്ല വീട്ടിൽ ഇറങ്ങുമ്പോൾ ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിച്ചിറങ്ങണത്. സൂപ്പറായി. എപ്പോഴാണ് കണ്ട ഐശ്വര്യമായത്. കണ്ട ഇപ്പൊ കുളിച്ച് ലുക്ക് കിട്ടി. അതാണ്. അപ്പൊ ഇതാണ് നമ്മളെ കാർ. ഇന്നോവ 2006 മോഡലാണ്. അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ. ഇതാണ് ഓണർ. പുള്ളിയുടെ പേര് അരുണാണ്. അപ്പൊ താങ്ക് യു. നിങ്ങളെപ്പോൾ ആൾക്കാരുള്ളതാണ് സത്യം പറഞ്ഞാൽ. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വണ്ടി വല്ലപ്പോഴൊക്കെ ഇതുപോലെ എടുക്കണം പറഞ്ഞത്. ഓക്കെ, പോയിട്ടാ ആണോ ഉറങ്ങിക്കിടക്കാനല്ലേ. താങ്ക് യു. അപ്പൊ എന്തെങ്കിലും വിളിക്കാം. അപ്പൊ പോന്നാ കാറെത്തി പോണ്ടേ. വാ, ഇതുപോലത്തെ നല്ല മനുഷ്യരുള്ളതുകൊണ്ട് നമുക്ക് കാർ കിട്ടണം. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്. ഓക്കെ, നമ്മളതിനെ പഴവങ്ങാടി കോവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം പ്ലാൻ ചെയ്തത് എല്ലാവരെയും വിളിച്ച് കാറിൽ കയറ്റിയിട്ട് പോകുന്ന വഴിക്ക് പഴവങ്ങാടി കോവിൽ തേങ്ങ അടിച്ചിട്ട് പോകാൻ പ്ലാൻ ചെയ്തത്. ഇപ്പം എന്തായാലും സമയമില്ല നമുക്ക്. അപ്പോൾ നമ്മളെന്തായാലും കാർ എടുത്ത് വരണ വഴിക്ക് തന്നെ ഇപ്പം തേങ്ങ അടിക്കാൻ പോവുകയാണ്. തേങ്ങ അടിച്ചിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് എല്ലാവരും പിക്കപ്പ് ചെയ്ത് ആ വഴി പോകാം. ഓക്കെ.
അങ്ങനെ പഴവങ്ങാടി കോവിൽ തേങ്ങ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങ അടിക്കാൻ കാണിക്കാൻ പറ്റില്ല, അകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തേങ്ങ അടിച്ചിട്ടുണ്ട്. എന്താ ചന്ദ്രൻ ഇട്ടിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് കോവിലൊക്കെ നല്ല കയറി ഇപ്പോൾ നല്ലൊരു വൈബ് കിട്ടി തുടങ്ങി. പിന്നെ സത്യം പറയാൻ തടസ്സമില്ല, മുന്നോട്ട് പോകണം. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ മനസ്സിനകത്ത്. വണ്ടിക്കും നമുക്കും ഒരു പ്രശ്നവുമില്ല, സേഫായിട്ട് പോയിട്ട് തിരിച്ച് സേഫായിട്ട് വരണം. വണ്ടി വന്നാച്ചേ, കാറ് വന്നിട്ട് പോലാമോ എല്ലാവർക്കും. വണ്ടി കാറ്റ് തുറക്കട്ടെ. ഓക്കെ, ഈ ബൈക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാർ അകത്ത് കയറും. ഓക്കെ, അകത്ത് വരട്ടെ. മതിയില്ലേ? മതി. സൂപ്പർ. വണ്ടി അകത്ത് പാർക്ക് ചെയ്ത് ആദ്യം പോയി കാപ്പ് പിടിക്കാം. നല്ല വിശപ്പുണ്ട്. ഇഡലി സാമ്പാർ കഴിച്ചു നമുക്ക് പോവാം കേട്ടോ. കാപ്പ് പിടിക്കാം. പോയിട്ട് അവിടെ പോയി തിരിഞ്ഞ് അങ്ങനെ പോവാം. നീ കഴിച്ചാ? ചായ കുടിച്ചാ? എടുക്കാനാ. വ്ളോഗ് ചെയ്യണ്ടേ? അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ആ ഡയലോഗ് ലാസ്റ്റ് പറയാം പോകാൻ നേരത്ത്. ഓക്കെ, കാറിൽ കുറച്ച് കയറാമേ, നമുക്ക് പോകുമ്പോ കയറാം. ബാഗിലെ പാക്ക് വെക്കണ്ടേ അകത്ത്? ആദ്യം പോയി നല്ല ഇഡ്ഡലി കഴിക്കണം. വയറ് നിറച്ച് ഇഡ്ഡലി കാപ്പി കുടിച്ച് ഞാൻ പോവാം കേട്ടാ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് 2 ഇഡ്ഡലി കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ബാക്കി ഇഡ്ഡലി കഴിക്കാന്ന് പറഞ്ഞോളൂ. ഇപ്പൊ നല്ല വിശപ്പുണ്ട്, നല്ല വയറ് നിറച്ച് കഴിച്ചിട്ട് പോ. ഓക്കെ, ഒരാൾ ഉറങ്ങി കേട്ടാ. ഞാൻ ഉറങ്ങൂല, ടൂർ പോകുമ്പോ ഭയങ്കര വൈബാണ് എനിക്ക്. ഞാൻ ഉറങ്ങി. ആ എല്ലാവരും കേട്ടോ. മതി. ഡയറ്റ് ആണ്, മനസ്സിലായല്ലോ. അപ്പൊ എപ്പോഴും പോലെ ഒരു വലിയ പീസ് ഇഡലി എടുക്കുക, സാമ്പാറിൽ മുക്കുക. മുക്കിയതിനു ശേഷം നല്ല വശപ്പെട്ടാ പോ. എങ്ങനെയുണ്ടോ സാമ്പാർ? സൂപ്പറല്ലേ? ഓക്കെ, പിടിച്ചിട്ട് പോ. സമയം വാ. എടുത്തോ കൊണ്ടുപോയി കാറിനകത്തുണ്ട്. ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് കൊണ്ട് വച്ചാൽ മാത്രം മതി. ഇത് അതില്ല. സംഭവം ഡിക്കി ഇത്തിരി സ്ഥലം കുറവാണ്. അപ്പോൾ ഉള്ള ഡിക്കിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടല്ലോ. ബാക്കിയുള്ളത് മടി വയ്ക്കാം. സംഭവം 7 സീറ്റ് ആയതുകൊണ്ട് ഡിക്കിക്ക് സ്പേസ് കുറച്ച് കൊടുത്തേക്കാണ്. കൺമണി എവിടാ? അകത്തിരിക്കണ? നീ അകത്ത് കയറി എന്നിടയ്ക്ക്. കൊള്ളാലോ കൺമണി, നീ എപ്പം കയറി വണ്ടിക്കകത്ത്? ബെസ്റ്റ് ടീം. കൺമണി വൈ പിടിച്ചിരിക്കുകയാണ് വണ്ടി പോകാൻ വേണ്ടിയിട്ട്. ആ അടിപൊളി. അതാണ് പിള്ളേരുടെ സ്വഭാവം അല്ലേ. ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വൈബാണ്. അവർക്ക് പിന്നെ പെട്ടെന്ന് വണ്ടി കയറി പോകണം. ബാഗ് പാക്ക് ചെയ്താൽ ഫുഡ് കഴിച്ചാന്ന് വിഷയമല്ല അവർക്ക്. കമ്പിളി പോകാ. ഇതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കാം? ഇത് നിൽക്കൂല. നമ്മള് ട്രിപ്പാണ് തുടക്കാനാണ്. ബാഗിന്റെ ബില്ല് പോലും പൊട്ടിച്ചില്ല. അടച്ചിട്ട് ഈ സാധനം എടുത്ത് ഇതിന്റെ ഇടയ്ക്ക്. ആ അങ്ങനെ ചെയ്യണം. അകത്ത് കയറിട്ട് അടയ്ക്കണം. ഇങ്ങോട്ട് വെച്ചാൽ ഓ ഈ ബാഗ് പാക്ക് ചെയ്യണത് ഭയങ്കര പാടുള്ള കാശാണ്. 9 മണിക്ക് തിരിക്കുന്നത് ഇപ്പൊ ഇടം വ്യത്യാസമാണ്. 9 മണിക്ക് നല്ല ഉറങ്ങിയിട്ട് തിരിക്കുന്നത്. ഉറങ്ങി കഴിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് പോകാം. കാപ്പി പിടിച്ച് നല്ല എനർജി ആയിട്ട് പോകും. ഇപ്പൊ തിരിച്ചാൽ ഒരു ഉറക്കിപ്പിച്ചായിരിക്കും. രാവിലെ പോണത് ഒരു വൈബാണ് അല്ലേ? രാവിലെ പോകണം സുഖം, വയ്യ പോകണം സുഖം. ട്രാഫിക് ആണല്ലോ, പെട്ടെന്ന് പോവാലോ. ഇതും കൂടെ വെക്കണേ. സൊമാറ്റോ ബാഗ് കൂടെ. ഓട്ടം പോകണം. പോയി എനിക്ക് അവിടെ ഓട്ടം പോകണം. സൊമാറ്റോ വർക്കൗട്ടാക്കി ചിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് സൊമാറ്റോ ഓട്ടം പോകണം. കൊടക്കാലെ പോയിട്ട് പൈസ ആവശ്യമുണ്ട്. ഇനി കുറെ പ്രാങ്ക് കൊണ്ട് അങ്ങോട്ട് പോട്ടെ. നോക്കിയോ ഷൂ അടിയിലോട്ടാ? മതിയാ അടിയിട്ടെ. ഇവിടെ അല്ല ഇടാണ്ടത്. ഇവിടെ സീറ്റിന് അടി ഇടാൻ പറഞ്ഞല്ലേ? ഡിക്കി തള്ളിയിരിക്കും. സ്വാമി ഇതാ കോസ്റ്റ്യൂം. ഇതായി കാഷ്വലായി പോയി. ട്രിപ്പിന്റെ അതിന് വേണ്ടിട്ടാ, ഫ്രീ ആയിരിക്കാൻ വേണ്ടിട്ട്. അത് മതി, ഞാൻ ചുമ്മാ പറഞ്ഞോളൂ. ട്രാവൽ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതൽ നമ്മള് കുറച്ച് ഫ്രീ ആയിരിക്കണം. ഡ്രസ് അത്ര ലൂസ് ആയിരിക്കണം. ഷർട്ട് ഉണ്ടാ? ഈ ഷർട്ട് പുതിയ ഫാഷനാണ്. ലൂസ് ഉണ്ടാ? ഇതാ ഇത്ര ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ ട്രെൻഡ് എന്ന് പറയാണ്. വാങ്ങിച്ചിട്ട് കൊള്ളാനുണ്ട്. സ്റ്റുഡിയോ വാങ്ങിച്ചത് 300. ഇത് 700 സംതിങ് ആയി. 700 ഭയങ്കര വില. ഓക്കെ, അപ്പൊ പോന്നാ. അപ്പൊ എല്ലാം പാക്ക് വെച്ചല്ലോ, വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മുറിയിൽ ലൈറ്റ് ഫാൻ ഓഫ് ആണ്. ലൈറ്റ് ഓഫ്, ഫാൻ ഓഫ്. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ്, കാര്യങ്ങളൊക്കെ ഓഫാണ്. എല്ലാം ഓഫാണ്. കൂടിയിലെ കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ നേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂം ഉണ്ട്. ബാത്റൂം ലൈറ്റ് ഓഫ്, ഹീറ്റർ ഓഫ്, ഫാൻ ഓഫ്, ലൈറ്റ് ഓഫ്. വാഷ് ബേസിന്റെ പൈപ്പ് ലോക്കാണ്. ഇനി ഇവിടെ പറഞ്ഞത് ലൈറ്റ് മാത്രമേ, ഹോൾ ലൈറ്റ് മാത്രം ഓഫ് ചെയ്യുക. അതോടെ ജോലി കഴിഞ്ഞു. ഓക്കെ, വീടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ മാത്രം കൂട്ടാണല്ലോ. വെപ്രാളാണ് സത്യം പറയാലോ. എല്ലാം കറക്റ്റ് പാക്ക് ചെയ്ത് പൂട്ടി ഇറങ്ങിയാൽ എന്തോ ഒരു സംശയം, എന്തൊക്കെ മിസ്സായെന്നുള്ളത്. അതങ്ങനെ നീക്കോളൂ. പൂട്ടിയല്ലോ, വണ്ടി പോകൂലേ? പയ്യെ കയറി പോപ്പാ, കമോൺ. ഓക്കെ, വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, എല്ലാം കയറിയാ? സുമേഷ് ഉണ്ട്, വാണി, വൈഷൂട്ട് ജയിച്ചാ. അമ്മ ഉണ്ട് ഇവിടെ, സൗമ്യ, കൺമണി, അപ്പ അവിടെ.
രാകേഷ് വണ്ടി ഓടിക്കുന്നു, ഞാൻ ഫ്രണ്ടില്, കിച്ചന്റെ ഫ്രണ്ടില്. ഓക്കെ, അപ്പൊ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, നല്ല വൈബിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം എടുത്തല്ലോ, മറന്നില്ലല്ലോ. ഞാൻ വീടെല്ലാം ചെക്ക് ചെയ്ത് ലൈറ്റ് ഫാനൊക്കെ ഓഫാണ്. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട് വേണ്ട, കുടിക്കാനുള്ള വെള്ളം, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും മിസ്സായിട്ടില്ല. എന്തെങ്കിലും മറന്നാൽ പോലും വിഷയമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അല്ലേ? പറ, സൈലന്റ് ആയിരുന്നു. ഇതെന്താണ് കിച്ചു, നീ വൈബെന്നൊക്കെ പറഞ്ഞു പിന്നെ ഭയങ്കരമായിട്ട്. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ബാക്കി സൗണ്ട് പറയല്ല, ഉറങ്ങി എല്ലാരും. മണി ഇപ്പൊ കറക്റ്റ് 7:05 ആയിട്ടുണ്ട് രാവിലെ. 2 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി, കുഴപ്പമില്ല. ഇപ്പൊ എവിടെ പോകണം നമ്മളല്ലേ? നമ്മൾ ഫാമിലി ആയിട്ട് വണ്ടിയിൽ ട്രാവൽ ചെയ്യണം, അതാണ് മെയിൻ പർപ്പസ്. എവിടെയെങ്കിലും ലോങ് പോകണം. പിന്നെ അത് കൊടൈക്കനാലാകുമ്പോൾ കുറച്ച് സ്പെഷ്യലായി. പിന്നെ കൊടൈക്കനാൽ നമ്മൾ ആൾറെഡി പോയ സ്ഥലമാണ്, എന്നാൽ പോലും നമ്മൾ ഈ പൊന്മുടി പോകുമ്പോഴേ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ കൊടൈക്കനാൽ പോയി പറയേണ്ട ആവശ്യമില്ല, അത്ര വലിയ സ്ഥലമാണ്, അത്ര വലിയ ഹിൽ സ്റ്റേഷൻ ആണ്. അപ്പൊ എന്താ ഈ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ്. അല്ല, നമ്മൾ അന്നേക്ക് ഫാമിലിയോട് പോയി കാറിൽ. പക്ഷേ ഈ വ്ളോഗ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എല്ലാവരും ചേർന്ന്, പിന്നെ പുതിയൊരാൾ രാകേഷ് ഉണ്ട്, അതിൻ്റെ കൂടെ ചേർന്ന് ഒന്നിച്ച് പോണത് പുതിയ എക്സ്പീരിയൻസ് ആണ്. അത് കൊടൈക്കനാൽ നമ്മൾ ബുക്ക് ചെയ്യാൻ പോണ സാധാരണ ഒരു മുറിയല്ല, അതൊരു കോട്ടേജ് ആണ്, ഒരു ഹൊറർ ലെവലുള്ള കോട്ടേജ് ആണ്. സൂപ്പർ അല്ലേ, ലുക്കല്ലേ? ഹൊറർ ആയി പറയാൻ പറ്റില്ല, നൊസ്റ്റാളജി വൈബ് എന്ന് പറയില്ല, പഴയ മോഡൽ ബിൽഡിംഗ് ആണ്. രസമാണ്. റെഫറൻസ് ഉണ്ട്, പറഞ്ഞുതരാം. അവിടെ പോയിട്ട് ആ വീടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. തന്നെ അതല്ല, ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്തോ സംഭവം ഉണ്ട് കേട്ടാ ആ വീട്ടില്. ഒരാൾക്ക് ഇവിടെ പ്രായത്തിന് ഭയങ്കര പേടിയാണ്. എന്താ ഈ പുള്ളിക്കാരിക്ക് പേടിച്ച് വേണ്ട നിൽക്കുകയാണ്. ഡീസൽ അടിക്കാൻ സമയമായിട്ടുണ്ട്, നമുക്കൊരു 1000 ഡീസൽ അടിക്കാം അവിടെ. ബാക്കി നമ്മൾ തമിഴ്നാട് പോയിട്ട് അടിക്കാം. ഓക്കെ, ഡീസൽ ടാങ്ക് എവിടെ? അപ്പുറത്തെ ഒരു മിനിറ്റ്, ടാങ്ക് എവിടെ നിന്ന് നോക്കിയില്ലട്ടാ. സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിൽ താഴെയാണ് ടാങ്കിന്റെ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. അപ്പൊ രാവിലെ തന്നെ ഒരു ഭക്തിഗാനം കേൾക്കാൻ പോവുകയാണ്. ആ ഭക്തിഗാനം പാടാൻ പോകുന്നത് രാകേഷാണ്. ഞാനും ചേർന്ന് പാടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാട്ട് വെച്ച് കോപ്പറേറ്റ് പ്രശ്നം വരും. നമ്മൾ പാടിയ വിഷയമില്ല. തുളസി കതിര് തുള്ളിയെടുത്ത് കണ്ണന്റെ മാലയ്ക്ക അല്ലെ, അങ്ങനെ ഒരു മാലയ്ക്ക. ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെങ്കൊച്ചു പാടിയ ഒരു വീഡിയോ ഇല്ലടാ. മനസ്സിലായി, വരി മറന്നുപോയി. ആ കൊച്ചിന്റെ വീഡിയോ കണ്ടിട്ടാണ് പാട്ട് പഠിച്ചത്. പാടാം, പഠിച്ചാ? ആ, റെഡി, 1 2 3 സ്റ്റാർട്ട്. തുളസി സ്റ്റാർട്ടായല്ലോ. എനിക്കിപ്പോ പെട്ടല്ലേ മറ്റേ ഇന്ദ്രജിത്ത് പാടുന്ന പാട്ടാണ് മനസ്സിൽ വന്നത്. പുതിയ എല്ലാരും പാടിക്കോ, എല്ലാരും ചേർന്ന് പാടും. തുളസി കതിരാണേ, പോടാ. തുളസി കതിരുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താനായി. തുളസി കതിരുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ എന്നെന്നും ചാത്താനായി. കൊണ്ടുപോയി പാട്ട്. ബാക്കി ഹൈ പിച്ചാണ് പാടിയ വെള്ളി. ബാക്കി പാട്, ഭാവി പാട്. ഇതേ പാട്ട് പാട്, തുളസി കതിര് പാട്. പാട് പാട്, വേറെ പാട്ട് പാട്. വേറെ പാട്ട് കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പയ്യെ പറഞ്ഞ കുഴപ്പമില്ല. അവിടെ വാണി പാടാ. പാട്ടുകാരിയുടെ പേര് വിട്ടിട്ട് പാടാണ്ടിരുന്ന അങ്ങനെ. അപ്പൊ പാട്, അപ്പൊ പാടല്ലേ, അപ്പൊ പാടില്ലേ പാട്ട്. എന്തേ പാട്ടാ സ്വാമി അത്? അപ്പൊ ഞാൻ പാട്ട് ഇഷ്ടമല്ല, മനസ്സിലായി, അതാണ് കളത്തി പാടിയത്. ഓക്കെ, പാട്ടൊക്കെ പാടി കിടില വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ സന്തോഷമല്ലേ, ഇതിനപ്പുറം എന്ത് വേണം അല്ലേ? സത്യം പറഞ്ഞ കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇതുപോലെ സന്തോഷം കിട്ടില്ല. ഇതൊക്കെ ഒരു വരമാണ് അല്ലേ? ഇവിടെ സംഭവം ആപ്പാട് അലിമ്പാണ്. ഓരോരുത്തർ ഓരോ പാട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് മാസ് സോങ് വേണമെന്ന്, ഹീറോയിസം സോങ്, ഒരാൾക്ക് മെലഡി സോങ് വേണമെന്ന്, അപ്പയ്ക്ക് വന്നിട്ട് കമലാസൻ സോങ് വേണമെന്ന്, ബാക്കിൽ പാടിക്കാതെ പാട്ട് വേണം. അയ്യോ, ഛർദില് ബാക്കിൽ വൈഷു അതെപ്പോഴും ഉള്ളത് ട്രാവൽ ചെയ്യുന്ന നേരത്ത്. ഇപ്പൊ വൈഷൂട്ടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ആ പാടാ വൈഷൂട്ടി ഛർദി ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഓക്കെയാണോ ഷൂട്ടി? എങ്ങനെ ഉണ്ട് ഇപ്പൊ? പറ. ഇപ്പൊ എന്തെങ്കിലും പാട്ട് പാടണ എന്തെങ്കിലും ഉണ്ടാ പറയാനായിട്ട്? വൈഷൂട്ടി ഫാൻസ് ഉണ്ട് ഇഷ്ടം പോലെ, അവർക്ക് വേണ്ടി പറ. ചിപ്സാ പക്ക അവിടെയാ? എന്തോ അത്? അപ്പയ്ക്ക് ഒരു രൂപ, വൈഷൂട്ടിക്ക് ഒരു രൂപ കഴിക്കാം. അപ്പോൾ കാറൊന്ന് ഒതുക്കിയായിരുന്നു, വേറെ ഒന്നുമില്ല. വൈഷൂട്ടിക്ക് ഭയങ്കര ഛർദ്ദല്. അപ്പോൾ ഒന്ന് കാപ്പി പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. വെറും വയറല്ലേ, വയറ്റിലൊന്നും ഇല്ല, എല്ലാം ഛർദ്ദിച്ച്. ഓക്കെ അല്ലേ? പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് കൊടൈക്കനാലിൽ പോവാം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ തന്നെ പോവാം. നേരം വെളുക്ക് വന്നാലും
അല്ലേ ഇന്ന് രാത്രി എത്തുന്നതാണ് പ്ലാന് കൊടൈക്കനാലിൽ. നമുക്ക് നേരത്തെ അറിയാം അവിടെ ഛർദ്ദിക്കുന്ന കാര്യം. പിന്നെ എന്ത് പറയാം, ലേറ്റായിക്കൊണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം. കൺമണി ഉറങ്ങി നല്ല പോലെ, സൂപ്പർ, കുഴപ്പമില്ല. സുമേഷും രാകേഷും അവിടെ ബാത്റൂം പോയിരിക്കുകയാണ്, ടോയ്ലറ്റ്. കിച്ചും പോയിട്ടുണ്ട് കൂടെ. ഇപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് അറിഞ്ഞില്ല. പോകുന്ന വഴി നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കളിയേക്കാൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇത് യാതൊരു സ്ഥലമൊന്നും പിടിയില്ല. ഒരു ചർച്ച ഉണ്ട് അവിടെ. നീ കുറേ ദൂരം പോകണം. എല്ലാവരും എത്തിയാ? എവിടെ പോയിരുന്നു എല്ലാവരും? ചോക്ലേറ്റാ? ഇന്ന് വല്ല പോകാൻ പറ്റുമോ? നടക്കോ വല്ലത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ കുമാരകോവിലുണ്ട് അടുത്ത് തന്നെ. കുമാരകോവിൽ തൊഴുക, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവുക. അത് നടക്കുള്ളൂ. എത്ര കഴിച്ചോളൂ? മതി ഉള്ളത് കഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വൈറ്റിൽ എന്തെങ്കിലും പോകണം, അത്ര ക്ഷീണം മാറി കിട്ടണം. ഓക്കെ, കാറിനകത്ത് കയറിയിട്ടുണ്ട്. മണി ഇപ്പോൾ കാറിന് 8:50 ആയിട്ടുണ്ട്. ഷൂട്ടാണെങ്കിൽ പിന്നെ ഛർദ്ദിച്ച് കഴിച്ച് ഇഡലി ചമ്മന്തി എല്ലാം പോയി കേട്ടോ. ശരി, കുഴപ്പമില്ല. പിള്ളേരെ അങ്ങനെ ആയിക്കോളും. പക്ഷെ നമ്മൾ പോകണം ഇത്ര ദൂരം, അതുവരെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകണം. അതാണ് മെയിൻ വിഷയം. അത് ഉറങ്ങിയാൽ മതി അല്ലേ? ഉറങ്ങുമായിരിക്കും. പോന്നാ. അപ്പോൾ എവിടെ കൂടെ കറങ്ങി നമ്മൾ ഹൈവേ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ് ടോൾ ബൂത്ത് വഴി പോകാം. അപ്പ പറഞ്ഞ് ടോൾ ബൂത്ത് കയറേണ്ട, വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞു. അതുവഴി കറങ്ങി വെറുതെ വേസ്റ്റായി പോയി. ഇപ്പോൾ നമ്മൾ പഴയ പോലെ ഹൈവേ കയറിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ നാഗർകോവിൽ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗർകോവിൽ, തിരുനെൽവേലി, പിന്നെ കോവിൽപ്പെട്ടി, ശിവകാശി, മധുരൈ, പിന്നെ അവിടെ നേരെ വത്തലക്കുണ്ട് വഴി കൊടൈക്കനാൽ കയറാണ്. അപ്പോൾ ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് കറക്റ്റ് ട്രിവാൻഡ്രം ടു കൊടൈക്കനാൽ 400 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിപ്പോൾ മൊത്തം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്ത്? നമ്മളിപ്പോൾ മൊത്തം 77 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി 323 കിലോമീറ്റർ ഇനി പോകാനുണ്ട്. പയ്യെ നിന്ന് പോവാം. കാരണം വൈശൂടി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണ്ട, പിന്നെ ശ്രദ്ധിക്കേണ്ട. ഛർദ്ദിലെ മരുന്ന് കൊടുത്തായിരുന്നു, കുടിച്ചിട്ടുണ്ട്. കുറച്ച് കുറവ് ഇല്ല. സംഭവം കഴിച്ച ആഹാരം ഫുൾ ഛർദ്ദിച്ച്, ബോഡിയിൽ എനർജി ഇല്ല. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെയും ഔട്ടായിക്കൊണ്ടേക്കും. അവിടെ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ കൺമണിക്ക് ആഹാരം കൊടുക്കാറുണ്ട്. ആഹാരം കൊടുത്തിട്ട് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഫിസിക്കൽ മൂവ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. പിള്ളേരെ കൊണ്ടുപോയി ഛർദ്ദിലുണ്ടാവും, പിന്നെ അവർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ വണ്ടി നിർത്തി ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ലേറ്റാവും, കുഴപ്പമില്ല. ഇപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയാണ്. ഫുൾ മലകളാണ് ചുറ്റും. ഇവിടെയൊക്കെ ഫുൾ മല, ഒരു രക്ഷയില്ല. മലയോടെ മല, നല്ല മല. പിന്നെ ഹൈവേ നല്ല വിട്ട് പറന്ന് പോകാൻ നല്ല ഇഷ്ടംപോലെ കാറ്റുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ട് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. 10 മണി ആയുള്ളൂ ഇത്ര വെയിൽ. ഇനി അങ്ങോട്ട് പോകുന്നൊരു നല്ല വെയിലായിരിക്കും. മിക്കവാറും കൊടൈക്കനാൽ എത്തുമ്പോഴേക്കും തണുപ്പിടിക്കണം അല്ല. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. അപ്പോൾ ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട്. ചായ കുടിച്ചാലോ? ചായ കോഫി വേണം. എന്ത് വേണം? ബൂസ്റ്റ്, ഹോർലിക്സ് ഒന്നും വേണ്ട. ഇറങ്ങോ? ഷൂസ് ഇടല്ലേ? അതൊക്കെ എടുക്കാം. പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാന ഉന്ന തേടുതേ. എന്താ ശ്രദ്ധിക്കണ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇറങ്ങി തള്ളു. ആ സീറ്റ് ഇങ്ങനെ മടക്കണം. അത്രേ ഉള്ളൂ. കൂടുതൽ വലിച്ചിറങ്ങി വരും പയ്യെ. നല്ല മടങ്ങൂല്ലോ അത്. ഇത്ര തന്നെ പയ്യെ ഇറങ്ങാൻ പറ്റുമോ അമ്മയ്ക്ക്? ഇങ്ങനെ ഇറങ്ങിയോ? ഇതാണ് വൈശൂട്ടിയുടെ ഛർദ്ദിലുള്ള മരുന്ന്. ഇതിന്റെ പേര് വോണ്ടൻ സെട്രോൺ. ഇടുപ്പിൽ കൺമണി, കയ്യിൽ ക്യാമറ, കഴുത്തിൽ മൈക്ക്. എന്ത് പാടുണ്ടാ ജീവിക്കാൻ? ഒരു നേരം ചോറിനെ പറഞ്ഞ പാടില്ലേ? അപ്പൊ അതെ ബസ് ഇറങ്ങണം. ലൈഫ് അടിച്ച് വിളിക്കണം. ചോദിക്കാം. വാ ചാടിക്കാൻ പോ എല്ലാവർക്കും. എന്ത് പറ്റി? സൗകര്യം കാണി പൊടി വീണാ? അവളെ എറാ കണ്ണ് കഴിവ് ഇവിടെ വാശിയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ചായ വേണം, ചില ആൾക്കാർക്ക് ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞ്. വൈശൂട്ടിക്ക് ഓറഞ്ച് ജ്യൂസ്, ഉണ്ണിയപ്പം ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്, വാഴക്കപ്പം ഉണ്ട്, ഉള്ളിവട ഉണ്ട്, ഇത് പഴക്കേക്കാ, പിന്നെ നമ്മളെ വെട്ടുകേക്കുണ്ട്. നിനക്ക് അത് വേണം? ലൈമാ? ഞാൻ എടുത്തോളാം. ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ഇവിടെ ഹോർലിക്സ്, ഇവിടെ ബൂസ്റ്റ്. അമ്മ ചായ ഹോർലിക്സ് 2 ഹോർലിക്സ്. പപ്പയ്ക്കുള്ള അപ്പം ഓർഡർ ചെയ്തു, കുഴപ്പമില്ല, അത് വിട്ടാലേ. 4 ഹോർലിക്സ് ഒരു ബൂസ്റ്റ് മാത്രമേ ഇടണ്ടേ. അപ്പോൾ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. കുടിച്ചാൽ മാത്രം മതി. സൂപ്പറായി. ആർക്കും ചായ വേണ്ട, അപ്പം ബൂസ്റ്റ് ഹോർലിക്സ് മതി. കുടിച്ചില്ലേ ഓറഞ്ച് ജ്യൂസ്? ലൈം വന്നു, പിച്ചു ലൈം. സൂപ്പറായി. നാരങ്ങ കുടിക്കും. അത് ഇവർ ഹോർലിക്സിന്റെ കൂടെ പഞ്ചസാര ഇടും കൂടുതൽ, അപ്പം നല്ല ഇനിപ്പായിരിക്കും. കേക്ക് വേണോ? ആണോ അമ്മേ?
ഓക്കെ, അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് ചായയുടെ ബില്ല് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് 3 നേരം ആഹാരം കഴിക്കാം ഒരാൾക്ക്. 3 നേരമല്ല 4 നേരം കഴിക്കാം. 4 ഹോർലിക്സ്, 1 ബൂസ്റ്റ്, 1 ഓറഞ്ച് ജ്യൂസ്, 1 ലൈം ജ്യൂസ്. അപ്പ കാപ്പി കുടിച്ചായിരുന്നു, മസാല ദോശയും വടയും ചായയും. ഇപ്പൊ എല്ലാം കൂടെ ചേർത്ത് മൊത്തം 515 രൂപയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഹൈവേയിൽ ഈ എമൗണ്ട് ആവും എന്തായാലും. ഉമ്മ അടുത്ത് വാങ്ങിയോടുള്ളവന്മാർ അങ്ങനെയാണ്. എവിടെയൊക്കെ പോയാൽ ശരി, ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് പറഞ്ഞാൽ ചാപ്പാടും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു എമൗണ്ടിനുള്ള ഫുഡ് എന്ന് പറയുന്നത് നല്ലൊരു വർത്താണ്. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഹൈവേയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. ശരി പോകാം. ഇപ്പൊ വൈഫിട്ട് ഒന്നും കഴിച്ചില്ല ഇതുവരായിട്ടും. കുറച്ച് ഓറഞ്ച് ജ്യൂസ് കുടിച്ചായിരുന്നു, അത് ഛർദ്ദിച്ചു. പിന്നെയും ഷൂട്ടൊന്നും വിട്ടില്ല ഭയങ്കര. ഹലോ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടുന്ന് വീണ്ടും തിരിച്ചു. ഞങ്ങൾ വ്യത്യസ്തം കാവൽക്കിണർ. ആ, വേണ്ട 120 കിലോമീറ്റർ വന്നിരിക്കുകയാണ്. അടുത്തത് ഞങ്ങൾ തിരുനെൽവേലി, കോവിൽപ്പെട്ടി, സാത്തൂർ, വീരനഗർ, മധുര, കുണറോഡ്, കൊടക്കനാൽ. എത്ര മണിയെത്തായി? പിന്നെ വൈകുന്നേരം 4-5 മണിയാവും. 5 മണിയാവും. പയ്യെ പോയി കഴിഞ്ഞാൽ പയ്യെ പിന്നെയും താമസിക്കും. നിങ്ങളല്ലേ പറ. ഭയങ്കര ചൂടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ഇഷ്ടപ്പെട്ടു. ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം വെച്ചാൽ എന്താണെന്ന് പറയണം. ഫുഡ് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു. മലയും കുന്നും കാടും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ എന്നും വ്ളോഗ് ചെയ്യുമ്പോൾ ഈ മലയും കുന്നും കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബോറടിക്കും. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരും. അതാണ്. അപ്പൊ നമ്മളിനി അടുത്തോട്ട് കൺമണി പാട്ട് പാടാൻ ഇപ്പടി വയ്ക്കണമാ. ആ പാട്ട് പാട് മക്കളെ, ശബ്ദം പാട്. മറ്റേ പാട്ട് പാട്. ഞാൻ നിങ്ങൾക്കൊരു സീനറി കാണിച്ചു തരാം. അപ്പം ഈ സീനറി മലയും കുന്നുമാണുള്ളത്. വൈശു ഛർദ്ദിച്ചെന്ന് തോന്നുന്നു. വൈശു ഛർദ്ദിച്ച് നല്ല ഒന്ന് ഉറങ്ങി കഴിച്ചാൽ ശരിയാവും. ഉറങ്ങണില്ലല്ലോ. വൈശു ഛർദ്ദിച്ചിട്ടുണ്ട്. നല്ല